താലിബാൻ മോഡലിലേക്ക് ബംഗ്ലാദേശ്. സ്ത്രീകൾ മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്നത് വിലക്കിയുള്ള ഫത്വ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിളംബരം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തായി. അതേസമയം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മാൾഡയിൽ ഇനി മുതൽ ബംഗ്ലാദേശികൾക്ക് മുറികൾ വാടകയ്ക്ക് നൽകില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. আগামীকাল থেকে প্রত্যেক দোকানের সামনে পর্দার ব্যবস্থা রাখতে হবে এবং সেই পর্দা প্রত্যেক নামাজের সময় ঝুলিয়ে দিতে হবে, অর্থাৎ প্রত্যেক নামাজের সময় বেচা কিনা বন্ধ থাকবে। ഗോപാൽഗഞ്ചിലെ മാർക്കറ്റിലാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തി വിളംബരം നടത്തിയത്. സ്ത്രീകൾ മാർക്കറ്റിനുള്ളിൽ പ്രവേശിക്കരുത്, കച്ചവടം ചെയ്യുവാനും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകളായ കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചാൽ അവരെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇസ്ലാമിസ്റ്റുകളുടെ പ്രഖ്യാപനം. പ്രദേശത്തെ മദർസ അധികാരികളാണ് വിലക്ക് പ്രഖ്യാപിച്ചത്. ഇന്നു മുതൽ ഫത്വ പ്രാബല്യത്തിൽ വരും. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മസ്ഥലവും ഷെയ്ഖ് ഹസീനയുടെ വീടും ഈ മാർക്കറ്റിന് സമീപമാണ്. ബംഗ്ലാദേശ് വിമോചന സമരത്തിന്റെ അലയൊലികളുള്ള ഒരു പ്രദേശത്താണ് ഭയാനകമായ ഇത്തരമൊരു അപമാനം നടക്കുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പങ്കുവച്ച് പശ്ചിമബംഗാൾ എംഎൽഎയും ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഗ്നിമിത്ര പോൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കെടുത്ത പശ്ചിമബംഗാളിലെ മാൾഡയിൽ ഇനി മുതൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് മുറികൾ വാടകയ്ക്ക് നൽകില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. പ്രതിദിനം ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകുമെങ്കിലും ദേശീയ താൽപര്യവും സുരക്ഷയും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ജനം, ഡൽഹി.